ചങ്ങാതിമാരെ, രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച് മുട്ടക്കറി റെസിപ്പി കേട്ടോ. നല്ല തിക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച ശേഷം ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ലങ്ങ് വരും. സംഭവം വേറെ ലെവലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങളുടെ ലൈക്കല്ലേ നമ്മുടെ ഒരു സന്തോഷം ചങ്ങാതി. അങ്ങ് കയറി ഇങ്ങ് തള്ളി ലൈക്ക് അടിക്കുക ചങ്ങാതിമാരെ. അപ്പോൾ ആദ്യം മുട്ട നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം മുട്ട ബോയിൽ ചെയ്യാൻ വെക്കുക കേട്ടോ. ഇതുപോലൊരു പാത്രം എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. വിനീഗർ ഇച്ചിരി ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല. ഉപ്പിട്ട ശേഷം നല്ലവണ്ണം കലക്കി ഇങ്ങ് തിളപ്പിച്ചെടുക്കുക. തിളച്ച ശേഷം മുട്ട ഇങ്ങനെ സ്ലോ മോഷനിൽ 3 2 4 ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. പൊട്ടിപ്പോകാൻ നോക്കണം കേട്ടോ. അതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റോ 12 മിനിറ്റോ അങ്ങ് ബോയിൽ ചെയ്യുക. ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും മുട്ട നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ബോയിൽ ചെയ്തിട്ടും. എന്നിട്ട് നല്ല ഈസി ആയിട്ട് ഇതുപോലെ ആ തോടങ്ങ് പൊളിച്ച് കളയുക. പൊളിച്ച് നല്ല വൃത്തിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് കേട്ടോ, ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ് എന്ന് പറയും. ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ അതിലും കൂടെ ഒന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ ചങ്ങാതിമാരെ. നിങ്ങളുടെ സ്നേഹമല്ലേ എല്ലാം. ഒന്നും നോക്കണ്ട, കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്ന തോറും നമുക്ക് സന്തോഷം കൂടുതലല്ലേ ചങ്ങാതിമാരെ. എന്നിട്ട് ഇതുപോലെ സ്ഥിരം പരിപാടിയായ ഉരുളി ചൂടാക്കുക. ഉരുളി ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണയോ സാധാ എണ്ണയോ ഇടുക. അതിനുശേഷം കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം വത്തലമുളക് ഇടുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇവനെ അങ്ങ് ലൈറ്റായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഇതുപോലെ ആയി വരുമ്പോഴേക്ക് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതോ ചെറുതായി അരിഞ്ഞതോ ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങ് വരട്ടിയെടുക്കുക കണ്ടോ. ഇവനൊന്ന് വരണ്ട് ഒരു രൂപത്തിലും പാകത്തിലായിരുന്നു നീളത്തിലരിഞ്ഞ ഇഞ്ചി അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചി എടുത്തൊരു മറിച്ച ശേഷം അവനെ ഇതിലിട്ട് വരട്ടിയെടുക്കുക കണ്ടോ. ശേഷം സവോള നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ആവശ്യത്തിന് സവോള ഇതിലേക്കൊരു മറിക്കുക. എന്നിട്ട് ഇതുപോലെ വരട്ടുകാകത്ത്. സവാള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം വരട്ടേണ്ട കാര്യമില്ല. കളറാകുന്നവരെ ഇങ്ങനെ വാട്ടിയെടുത്താൽ മതി. അതിനുവേണ്ടി ഒരു ഉപ്പ് അങ്ങ് വാരി ഇങ്ങ് തെറിക്കും. ആവശ്യത്തിന് ഉപ്പ് വാരി വിതറിക്കുമ്പോൾ പെട്ടെന്ന് ഈ സാധനം അങ്ങ് വരട്ടി ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുന്നത് കാണാൻ പറ്റും. ഈ കളറിലൊക്കെ ആയി വരും. ഒത്തിരി വരട്ടി കഴിഞ്ഞ് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വാട്ടി ലെവലാക്കി വരുമ്പോഴേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ എടുത്തിടുക. പച്ചമുളകും കൂടെ എടുത്തിട്ട് അവനെയും കൂടെ മൊത്തത്തിലിട്ടങ്ങ് ഈ രൂപത്തിലും ഭാഗത്തിലൊക്കെ ഒന്ന് കലക്കി എടുക്കുക കണ്ടോ. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എടുത്തൊരു മറിക്കുക. തക്കാളി അതിനകത്തിട്ട് ഇങ്ങനെ അങ്ങ് വരട്ടുക. ഒത്തിരി തീ കൊടുക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പരിപാടിയും കാണിച്ചാൽ മതി കേട്ടോ, അല്ല അടിയിലൊക്കെ പിടിക്കും. എന്ന ശേഷം തക്കാളി നല്ലവണ്ണം പേസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരി ഉണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ പ്യൂരി എടുത്തൊരു മറിക്കുക. എന്നിട്ട് ഇതിലിട്ട് ഇങ്ങനെ വരട്ടുക. ആ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കേട്ടോ. തക്കാളിയുടെ പച്ചപ്പൊക്കെ മാറി നല്ല ടേസ്റ്റായി വരും സംഭവം. ഒരു സ്മെല്ലൊക്കെ മാറി വേറെ സ്മെല്ല് വരും. ആ സമയത്ത് മസാലയായ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടത് കേട്ടോ, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഇത്ര മസാല എടുത്തിട്ട് ഇതും ഇങ്ങനെ അങ്ങ് വരട്ടുക. അപ്പോൾ അതിൻ്റെയൊക്കെ ആ മസാലയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി നല്ല ലെവലും പാകത്തിന് രൂപത്തിനൊക്കെ ആയി അങ്ങ് കിട്ടും. ഈ ലെവലിലാക്കി എടുക്കുക കണ്ടോ. ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളമോ അല്ലെങ്കിൽ സെക്കൻഡ് പാലുണ്ടെങ്കിൽ സെക്കൻഡ് പാല് വെള്ളം കലക്കിയെടുത്തിട്ട് അതെടുത്ത് ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ അങ്ങ് കലക്കി അങ്ങ് തിളപ്പിക്കുക. തിളയ്ക്കാനൊരു ഇച്ചിരി നേരം വെക്കണം കേട്ടോ, ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. നല്ലവണ്ണം തിളച്ചങ്ങ് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ തിളയ്ക്കുന്നതനുസരിച്ച് സവോള എല്ലാം കൂടെ ഒന്ന് ലെവലായി കിട്ടും കേട്ടോ. എന്നിട്ട് ജീരക പൗഡർ, പെരിഞ്ജീരക പൗഡർ, ഗരം മസാല, ഇത് രണ്ടും നോക്കി ഇങ്ങ് ഇടുക. ഇട്ട ശേഷം ഇവനെ ഇങ്ങനെ അങ്ങ് തിളപ്പിച്ച് ഇതുപോലൊരു തിക്ക് ഗ്രേവി രൂപത്തിലാക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി പോലെയൊക്കെ, എന്നാലും അതിന് ടേസ്റ്റ് അല്ലെ വെള്ളച്ചവയൊക്കെ ഉണ്ടാകും കേട്ടോ. ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് അതിലേക്കൊരു മറിക്കുക. പൊക്കത്ത് സ്റ്റൈലായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല കുറുകിയ തേങ്ങാപ്പാൽ എടുത്തൊരു മറിച്ച ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക കണ്ടോ. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരും, ഒരു രക്ഷയുണ്ടാവില്ല, ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അപ്പോ ഇടിയപ്പോ പുട്ടോ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് എൻ്റെ ചങ്ങാതി ആ മുട്ടക്കറിയും കൂടെയും ആ മുട്ടയുടെ പീസും കൂടെ അങ്ങ് ചേർത്തൊരു പിടുത്തങ്ങ് പിടിക്കുക. എൻ്റെ ചങ്ങാതി കിളി പോവും, കിളി.
വേറെ ലെവലാ സംഭവം. ഇത് നമുക്ക് ഈസി ആയിട്ട് രാവിലെ വീട്ടിലുണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അധികം മല്ലപ്പ് പണികളൊന്നുമില്ല, അധികം മസാലയൊന്നുമില്ല, എളുപ്പമായിട്ട് പട്ടപ്പട്ടാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി സാധനം കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം